പാലക്കാട് കോട്ട് റോഡിൽ നിന്ന് വനിതാ ശിശു ആശുപത്രിയിലേക്ക് പോകുന്ന റോഡിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമാകുന്നു. ആശുപത്രിയിലേക്ക് രോഗികളുമായി ആംബുലൻസുകളടക്കം നിരന്തരം കടന്നുപോകുന്ന പ്രധാന പാതയിലാണ് ഗതാഗതക്കുരുക്ക് പതിവാകുന്നത്. പാലക്കാട് ജില്ലാശുപത്രിയുടെ മതിലിനോട് ചേർന്ന് വാഹനങ്ങൾ നിർത്തിയിടുന്നതാണ് റോഡിൽ ഗതാഗതം തടസ്സപ്പെടാനുള്ള പ്രധാന കാരണം. ഉപയോഗിക്കാതെ കിടക്കുന്ന വാഹനങ്ങൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങളാണ് റോഡരികിൽ ദിവസങ്ങളോളം നിർത്തിയിട്ടിരിക്കുന്നത്. ഒരു വർഷം മുൻപ് ജില്ലാശുപത്രിയുടെ മതിൽ തകർന്നു വീണ് കല്ലുകൾ റോഡിലേക്ക് പതിച്ചിരുന്നു. ഏറെ നാൾ റോഡിൽ കിടന്നിരുന്ന കല്ലുകളും അവശിഷ്ടങ്ങളും മാസങ്ങൾക്ക് മുൻപാണ് ഭാഗികമായി നീക്കം ചെയ്തത്. എന്നാൽ മതിലിന്റെ ബാക്കി അവശിഷ്ടങ്ങൾ ഇപ്പോഴും റോഡിനോട് ചേർന്ന് കിടക്കുകയാണ്. ജില്ലാശുപത്രി പരിസരത്ത് വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ മതിയായ സൗകര്യമില്ലാത്തതിനാൽ ഡോക്ടർമാരുടേതുൾപ്പെടെയുള്ള വാഹനങ്ങളും റോഡരികിലാണ് നിർത്തിയിടുന്നത്. ആശുപത്രിയിലെത്തുന്ന ജീവനക്കാരുടെയും രോഗികളുടെയും കൂട്ടിരിപ്പുകാരുടെയും വാഹനം കൂടി വരുന്നതോടെ സ്ഥിതി കൂടുതൽ സങ്കീർണമാകുന്നു. ഇതിനിടെ ജില്ലാശുപത്രിയുടെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണവും പുരോഗമിക്കുകയാണ്. നിർമ്മാണ സാമഗ്രികളുമായി എത്തുന്ന വലിയ വാഹനങ്ങളും ഇതുവഴിയാണ് കടന്നുപോകുന്നത്. സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് ഭാഗത്തേക്ക് വേഗത്തിലെത്താൻ യാത്രക്കാർ ആശ്രയിക്കുന്ന വഴി കൂടിയാണിത്. അതിനാൽ ആശുപത്രി ആവശ്യങ്ങൾക്കായി എത്തുന്ന വാഹനങ്ങൾക്കു പുറമെ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സ്വകാര്യ വാഹനങ്ങളും ഇരുചക്ര വാഹനങ്ങളും ഈ റോഡിനെ ആശ്രയിക്കുന്നുണ്ട്. അടിയന്തര ചികിത്സ ആവശ്യമായ രോഗികളുമായി എത്തുന്ന ആംബുലൻസുകൾക്ക് പോലും സമയത്ത് ആശുപത്രിയിലെത്താൻ തടസ്സമുണ്ടാകുന്ന സാഹചര്യം ഒഴിവാക്കണമെന്നാണ് ആവശ്യം. ഇവിടെ ഭയങ്കര ബ്ലോക്കാണ്. ഇവിടെ നടക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടും ബ്ലോക്ക് തന്നെ കൂടുതലും ജനങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആംബുലൻസ് പെട്ടെന്ന് പോകാൻ പറ്റില്ല. റോഡ് ചെറുതായതുകൊണ്ടാണോ പാർക്കിംഗ് പ്രശ്നമില്ല. റോഡ് ചെറുതായതുകൊണ്ട് റോഡ് സൈഡ് വണ്ടി പാർക്ക് ചെയ്ത കാരണം കൊണ്ട് പോകാൻ ജനങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ട്. അത് കാരണം കൊണ്ടാണ് ഭയങ്കര പാർക്കിംഗ്. കുറഞ്ഞ നേരം കഴിഞ്ഞാൽ ഭയങ്കര ബ്ലോക്കാണല്ലേ. ഗതാഗതക്കുരുക്കിന് പുറമെ മഴക്കാലത്ത് റോഡിലെ വെള്ളക്കെട്ടും യാത്രക്കാരുടെ ദുരിതം വർദ്ധിപ്പിക്കുകയാണ്. മഴ പെയ്താൽ റോഡിൽ വെള്ളം കെട്ടിക്കിടക്കുന്നത് പതിവാണ്. കെട്ടിക്കിടക്കുന്ന വെള്ളം ഓടയിലേക്ക് ഒഴുകിപ്പോകുന്നതിനുള്ള കൃത്യമായ സംവിധാനമില്ലാത്തതാണ് വെള്ളക്കെട്ടിന് കാരണമാകുന്നത്. പാലക്കാട് നഗരത്തിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണുന്നതിനായി പുതിയ ബൈപ്പാസ് റോഡ് നിർമ്മിക്കുന്നതിന്റെ ഭാഗമായി ജില്ലാശുപത്രിയുടെ സ്ഥലം ഏറ്റെടുക്കാനുള്ള നടപടികൾ നഗരസഭയുടെ ഭാഗത്തുനിന്ന് ആരംഭിച്ചിരുന്നു. എന്നാൽ നടപടി പിന്നീട് മുന്നോട്ടു പോയില്ല. റോഡരികിലെ പാർക്കിംഗ് നിയന്ത്രിക്കുക, ഉപയോഗശൂന്യമായ വാഹനങ്ങൾ നീക്കം ചെയ്യുക, ആശുപത്രി മതിലിന്റെ അവശിഷ്ടങ്ങൾ പൂർണ്ണമായും മാറ്റുക, മഴവെള്ളം ഒഴുകിപ്പോകുന്നതിനുള്ള സംവിധാനം ഒരുക്കുക തുടങ്ങിയ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. UTV ന്യൂസ്, പാലക്കാട്.